മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞൊരാൾ മരിച്ചു എന്നൊരു ദുഃഖവാർത്ത കൂടി ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പുതുക്കുറിച്ചി സ്വദേശി ജോണാണ് മരിച്ചത്. നമ്മൾ ഏറെക്കാലമായി കുറച്ചൊരു ഇടവേള ഉണ്ടായിരുന്നു ഈ മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത്. വീണ്ടും അത് സംഭവിച്ചിരിക്കുന്നു. എപ്പോഴാണ് വള്ളം മറിഞ്ഞത്? കൂടെ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? അരുൺ, ഇന്ന് രാവിലെ ഒരു 3:30 കൂടിയാണ്, പുലർച്ചെ 3:30 കൂടിയാണ് അപകടമുണ്ടായത്. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന സമയമാണത്. നജീബ് എന്ന് പറയുന്ന പുതുക്കുറിശി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ 6 പേരായിരുന്നു ഈ ജോൺ അടക്കം ഉണ്ടായിരുന്നത്. നമ്മൾ സാധാരണ അവിടുത്തെ വിഷ്വലിൽ കാണുന്നത് പോലെ അവിടെ നിന്ന് തിരമാലയിൽ എടുത്തുയർന്ന് അത് കടലിലേക്ക് പതിക്കുകയും ജോണിനെ കാണാതാവുകയുമായിരുന്നു. ബാക്കി 5 പേർ എന്തോ ഭാഗ്യം കൊണ്ട് നീന്തി രക്ഷപ്പെട്ടു. ജോണിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പാണ് കടലിൽ നിന്ന് കിട്ടിയത്. മത്സ്യത്തൊഴിലാളികളുടെ പരിശോധനയിലാണ് മൃതദേഹം കിട്ടിയത്. അരുൺ, ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഏതാണ്ട് 60-ലധികം മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് ഈ മുതലപ്പുഴയിൽ ഇങ്ങനെ വീണ് മരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നോക്കി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ അഴിമുഖത്ത് മണലടിഞ്ഞ് ആ മണലിൽ തിര തട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ തിരകളിൽപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ വീണ് മരിക്കുന്നു എന്ന കാര്യം സംസ്ഥാന സർക്കാരിനറിയാം, കേന്ദ്ര സർക്കാരിനെതിരാം അറിയാം, ഇന്ന് പോർട്ട് നിയന്ത്രിക്കുന്ന അദാനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും അവർ സാധാരണ മനുഷ്യരായതുകൊണ്ടാണോ തങ്ങളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുമ്പോൾ അതിനൊരു പരിഹാരവുമില്ലാതെ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ വീണ് മരിക്കുകയാണ് എന്നുള്ള സങ്കട വാർത്തയാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അരുൺ, ഓക്കെ, TV പ്രസാദാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം.